ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായി അഭയം തേടുന്ന ഈ 8 നോയമ്പ് കാലത്തിൻ്റെ 2-ാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അവസരമുണ്ടായതിൽ ഉള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ദൈവമാതാവ് എന്ന് കേൾക്കുമ്പോൾ വേദപുസ്തകത്തിലെ അധികം വാക്യങ്ങളൊന്നും അറിയാൻ വയ്യാത്തവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു വാക്യം ഗബ്രിയേൽ മാലാഖയോട് പരിശുദ്ധയായ അമ്മ പറഞ്ഞ മറുപടിയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ബാക്കി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. ദൈവമാതാവുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളിലും ഒരു വർഷം തന്നെ അനേക പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവമാതാവിന് അഥവാ കന്യക മറിയാമിന് ദൈവത്തിൻ്റെ മാതാവായി തീരുവാൻ അവൾക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു. ഒരു അനുഗ്രഹീത ജീവിതം, ദൈവം ഉപയോഗിക്കേണ്ട ഒരു ജീവിതം, ദൈവ തിരുനാമം മഹത്വത്തിന് മുഖാന്തരമാകേണ്ട ജീവിതം, അങ്ങനെയുള്ള ജീവിതങ്ങളെ ഭരിക്കുന്ന പ്രധാന ചിന്ത എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. സെൽഫ് അവെയർനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദിമ സഭയിലെ പിതാക്കന്മാരെ നോക്കിയാൽ അവരെല്ലാവരും തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഈ തിരിച്ചറിവിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും പരാമർശിക്കുവാനായിട്ട് ഞാൻ മുതിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, ഈജിപ്തിൽ ജീവിച്ച ഒരു മഹാപരിശുദ്ധനായിരുന്നു വിശുദ്ധനായ മക്കാറിയോസ് എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹം ഈ തിരിച്ചറിവിനെക്കുറിച്ച് പറയുന്നു, സെൽഫ് നോളജ് മേക്സ് അസ് എ ക്യാപ്റ്റീവ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. സ്വയം അറിയുക അഥവാ തിരിച്ചറിവ് നമ്മെ ദൈവസ്നേഹത്തിൻ്റെ ബന്ധിയാക്കി തീർക്കുകയാണ്. അപ്പം ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന്. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് ജീവിക്കുവാൻ ഒരവസരം ലഭിച്ചത്. നമ്മളാരും ചോദിച്ചിട്ടല്ല. ഒരുപക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കാണും, ഉത്തമരായ സന്താനങ്ങളെ ഞങ്ങൾക്ക് തരണമേ എന്ന്. അപ്പോൾ ദൈവം തൻ്റെ കൃപ കൊണ്ടും കരുണ കൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരവസരം ദൈവം നമുക്ക് തന്നു. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ബന്ധിയാക്കി തീർക്കുവാൻ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതൊരു സഭാപിതാവ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വർണ്ണനാവുകാരൻ മാർ ഈവാന്യൂസ് എൻ്റെ കാവൽ പിതാവ് കൂടിയ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാധ്യാത്മിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒഴിവാക്കാനാവാത്ത അവിടെ ഇരിക്കും
ഒരു ഘടകമാണ് അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഹൃദയസ്പർശിയായി ദൈവത്തിനു സ്തുതി അർപ്പിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ദൈവസ്തുതി എന്നല്ല അദ്ദേഹം പറയുന്നത്, ഹൃദയസ്പർശിയായി ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ കഴിയണമെങ്കിൽ അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം എന്ന്. മൂന്നാമത് അദ്ദേഹം പറയുന്നു, എല്ലാ സുഹൃതങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത്, എല്ലാ സുഹൃതങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത് അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ദൈവമാതാവിൻ്റെ പരിശുദ്ധയായ അമ്മയുടെ ജീവിതം ധന്യമായി തീർന്നതിൽ ഒരു പ്രധാന ഘടകം അമ്മയ്ക്ക് അവളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. അതാ അവൾ പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് എന്ന്. ഒരു സഭാപിതാവ് പഠിപ്പിക്കുന്നു, വാസ്തവമായി നാം ആരാണെന്ന് കൂടുതൽ വ്യക്തമാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ടുള്ളതെന്തെന്ന് നല്ലവണ്ണം തീരുമാനിക്കാൻ കഴിയുക. ഒരു സഭാപിതാവ് പഠിപ്പിക്കുന്നതാ. അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഇത് ദൈവമാതാവിൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടാണോ ഈ പിതാവ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു പോകുന്നു. വാസ്തവമായി നാം ആരാണെന്ന് കൂടുതൽ വ്യക്തമാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, ഒരാധ്യാത്മിക ജീവിതം ധന്യമായി തീരണമെങ്കിൽ, സുഹൃതങ്ങളുടെ ഒരു ജീവിതമായി തീരണമെങ്കിൽ, ഇതെല്ലാം അമ്മയിൽ നമുക്ക് കാണാം. സുഹൃതങ്ങളുടെ വിളനിലമായി അവൾ മാറി. ലോകത്തിൻ്റെ രക്ഷകനെ ഉദരത്തിൽ വഹിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിന് കൊടുത്തു. ഇതെല്ലാം അമ്മയ്ക്ക് കഴിഞ്ഞത്. സകല വംശങ്ങളും അവളെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു. ഉടലോട് അമ്പരമാർന്നവളെ എന്ന് നാം അമ്മയെ അഭിസംബോധന ചെയ്യുന്നു. ഇതിനെല്ലാം പാത്രീഭവിച്ച കാരണമായി തീർന്ന ഘടകം എന്ന് പറയുന്നത്, അവൾക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇത് ഇല്ലാതെ പോകുന്നിടത്താണ് വഴിതെറ്റലുകളും അപജയങ്ങളും അപകടങ്ങളും ഉണ്ടാകുകയോ വിളിച്ചു വരുത്തുകയോ ചെയ്യുന്നത്. വാത്സല്യമുള്ളവരെ, തിരിച്ചറിവോടെ ഞാനാരാ, ഞാൻ എന്താ, ഞാൻ എന്തിനു വേണ്ടി ഉള്ളതാണ് എന്നുള്ളൊരു ബോധം നമ്മെ നിരന്തരം ഭരിക്കണം. അമ്മയുടെ ഓർമ്മയിൽ, അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠവും ഇതുതന്നെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കട്ടെ.